ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കൊണ്ടുള്ള വിഭവമാണ്. ചിക്കൻ പെരട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനു വേണ്ടി ആദ്യം 1/2 കിലോ ചിക്കൻ എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ ചിക്കൻ മസാലപ്പൊടി, 2 ടീസ്പൂൺ മസാലപ്പൊടി, ടേസ്റ്റിനനുസരിച്ച് ഉപ്പ്, പിന്നെ വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ, കറിവേപ്പില, കുരുമുളക് പൊടി ഇത്രയും ഒരുമിച്ച് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ചിക്കനിൽ പുരട്ടി വയ്ക്കാം. അരമണിക്കൂറോളം ഞാൻ ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കട്ട് ചെയ്ത് വയ്ക്കാം. ഒരു മീഡിയം സൈസിൽ 5 സവാളയും 5 തക്കാളിയുമാണ് എടുത്തിട്ടുള്ളത്. 3 പച്ചമുളക്, പഴുത്ത പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് നമ്മൾ ഈ മുളക് ഇട്ട് കൊടുക്കാം. മുളക് നല്ലതായിട്ട് ഒന്ന് ചുവന്ന് വന്നതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതായിട്ട് ബ്രൗൺ കളറായ ശേഷം അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട ഉടനെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. 5 മീഡിയം സൈസ് സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. സവാള നല്ലതായിട്ട് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. നമ്മൾ ആദ്യം ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഉപ്പ് നോക്കി വേണം ചേർത്ത് കൊടുക്കാൻ. സവാള നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 1 നുള്ള് മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇതൊന്ന് അടച്ചു വയ്ക്കുന്നുണ്ട്, മസാല ഒന്ന് വേകുന്നതിന് വേണ്ടി. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഒരു തുള്ളി പോലും വെള്ളം ഇതിനകത്ത് ചേർക്കുന്നില്ല. നമ്മൾ ആദ്യം ചേർത്ത എണ്ണയിലാണ് ഇത് വേവുന്നത്. പിന്നെ ചിക്കനിലുള്ള വെള്ളത്തിലും കടന്ന് നല്ലതായിട്ട് ഒന്ന് വെന്ത് വരും. ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ പുരട്ട് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റുള്ള അടിപൊളി വിഭവമാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും വേണം. ചോറിനോടും മരിച്ചിനിയോടും പൊറോട്ടയോടും ഏതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. ഇനി നമുക്ക് പുതിയൊരു വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.